നാളെ ഡിസംബർ 20 വെള്ളിയാഴ്ച രാവിലെ മൂടൽമഞ്ഞ് കൂടുതലായിരിക്കുമെന്ന് NCMന്റെ മുന്നറിയിപ്പ്. നാളെ പകൽ സമയം ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദുബായിൽ ജനുവരി മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ കിലോ വാട്ടിന് 1.2 ദിർഹം DC ചാർജിന് വേണ്ടി ഈടാക്കുമെന്ന് ഇത് സംബന്ധിച്ച അറിയിപ്പ് വ്യക്തമാക്കുന്നു. AC ചാർജറിന് 0.7 ദിർഹമായിരിക്കും. മെയ് മുതൽ ഡിസംബർ വരെ ഫ്രീ ആയിരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ 2029 സെപ്റ്റംബർ 9 ആരംഭിക്കുമെന്ന് RTA പ്രഖ്യാപിച്ചു. 250 കോടി ദിർഹം ചെലവഴിച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടിയുള്ള കരാർ നടപ്പിലാക്കുന്നത്. തുർക്കി, ചൈനീസ് കമ്പനികൾക്കാണ് ഇത് സംബന്ധിച്ച കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത്. യമനിൽ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന സനായിലും ഹൊദൈദയിലും ശക്തമായ വ്യോമാക്രമണം നടന്നു. ഹൂത്തികൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.